എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം. ഭവന്തി നമ്രാസ്തരവ ഫലാഗമേ ലവാംബുവിർദൂരവിലംബിനോഘനാഃ അനുദ്ധത സത്പുരുഷാ സമൃദ്ധിഭിഃ സ്വഭാവ ഏവേഷ പരോപകാരിണാം. പരോപകാരികളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, മരങ്ങളിൽ കായകൾ ഉണ്ടാകുമ്പോൾ ആ കൊമ്പുകൾ അല്ലെങ്കിൽ ശാഖകൾ താഴ്ന്നു കിടക്കുകയാണ്. അതുപോലെ മേഘങ്ങൾ വെള്ളവുമായിട്ട് ഇങ്ങനെ ദൂരത്തേക്ക് മാറി മാറി പോകുന്നത് കാണാം. ആ മേഘങ്ങൾക്ക് വെള്ളം ഒരു ഭാരമേ ആകുന്നില്ല. അതുപോലെ സജ്ജനങ്ങൾ എത്ര തന്നെ ഐശ്വര്യമുണ്ടായാലും അവർക്കൊരു ഗർവുണ്ടാവില്ല എന്നർത്ഥം. ഇതൊക്കെ പരോപകാരികളുടെ സ്വഭാവമായിട്ടാണ് പറയണത്. ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്ര തന്നെ ഉയർച്ചയുണ്ടായാലും അതിൽ അഹങ്കരിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരുപക്ഷെ താഴ്ചയുണ്ടായാലോ ദുഃഖിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ളതായ ഉദാഹരണങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ വേണ്ടി സാധിക്കും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഭവന്തി നമ്രാഃ തരവഃ ഫലാഗമേഃ നവാംബുഭിർദൂരവിലംബിനോഘനാഃ അനുദ്ധതാഃ സത്പുരുഷാ സമൃദ്ധിഭിഃ സ്വഭാവ ഏവേഷ പരോപകാരിണാം. നന്ദി, നമസ്കാരം.